അത് എന്നെപ്പറ്റി ആവാൻ സാധ്യതയില്ല. കാരണം എന്താ പറഞ്ഞാൽ ഞാൻ 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 കേൾക്കട്ടെ, ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് കേട്ടിട്ട് ബാക്കി പറ. അതായത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് വരെ ആ വീട്ടിൽ പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം മാത്രമല്ല, കോടിയേരി മരിച്ചതിന് ശേഷം നിരവധി പ്രാവശ്യം ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട്. അവരെ കണ്ടിട്ടുണ്ട്. അവരോടെല്ലാമായിട്ട് നല്ല സൗഹൃദം തന്നെയാണ്. അത് ഞാനൊരു പ്രാവശ്യം പറഞ്ഞു. ഇവിടെ നാനാരുടെ കുടുംബം, ശാരദ ടീച്ചർ ഇപ്പോൾ ആശുപത്രിയിൽ ഓപ്പറേറ്റ് ചെയ്ത് കിടക്കുകയാണ് അവിടെ എറണാകുളത്ത്. ഞാൻ ആ ഓപ്പറേഷൻ നടന്ന ദിവസം തന്നെ ഡോക്ടറെ വിളിച്ചു, കാര്യങ്ങൾ മനസ്സിലാക്കി, മോനെ വിളിച്ചു, കാര്യങ്ങൾ അന്വേഷിച്ചു. ഇവിടെ ഞാൻ വരുന്നതിന് മുമ്പ്, അവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് നായനാരുടെ വീട്ടിൽ കല്യാശ്ശേരി പോയിട്ട് ശാരദ ടീച്ചറെ കൂടി കണ്ട് അസുഖമാണ്, ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞ് ഞാൻ വന്നെയാണ്. അതുപോലെ തന്നെ ചടയൻ്റെ ഭാര്യ അസുഖമായിട്ട് കിടക്കുകയാണ്. മിക്കവാറും സന്ദർഭങ്ങളിൽ ഞാൻ പോകുമ്പോഴൊക്കെ അവിടെ പോകാറുണ്ട്. ഇതുപോലെ നമ്മുടെ പാർട്ടി നേതാക്കന്മാരുടെ എല്ലാം വീടുകളിലും ആ കുടുംബങ്ങളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലും ഒക്കെ ഇടപെടുന്ന ഒരു രീതി തന്നെയാണ് ഞാൻ തുറന്നു പോന്നിട്ടുള്ളത്. അതെന്നോടല്ലോ ചോദിക്കേണ്ടത്. അല്ലല്ല, അദ്ദേഹത്തിന്റെ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയിരുന്നില്ല. ഓരോ കൊല്ലവും മാർച്ച് മാസമാകുമ്പോഴേക്ക് പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കണം. അങ്ങനെ പുതുക്കിയിട്ടില്ല. അങ്ങനെ കേൾക്കുന്നത് നിങ്ങൾക്ക് ഈ പാർട്ടി മെമ്പർഷിപ്പിനെ പറ്റി ആധികാരികമായിട്ട് ചോദിക്കുന്ന പോലെയല്ലേ ചോദിക്കുന്നത്. പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയില്ലെങ്കിൽ പാർട്ടി മെമ്പർഷിപ്പ് ഇല്ല. സെൻട്രൽ കമ്മിറ്റിയുടെ അതിൻ്റെ ഒരു സ്ക്രൂട്ടിനി ഉണ്ട്. ആ സ്ക്രൂട്ടിനിയോടുകൂടി ആ മെമ്പർഷിപ്പ് പൂർണ്ണമാവും. പിന്നെ ചില SFIക്കാർക്കുണ്ടല്ലോ ഇടാം പഴയ, അവർക്കറിയാം ആ മെമ്പർഷിപ്പ് പുതുക്കിയില്ലെങ്കിൽ പിന്നെ അടുത്ത കൊല്ലത്തേക്ക് മെമ്പർഷിപ്പ് വേറെ മെമ്പർഷിപ്പ് എടുക്കണം. പുതിയ മെമ്പർഷിപ്പ് എടുക്കല്ലാണ്ട് വേറെ വഴിയില്ല. അത് അങ്ങനെ പെട്ടെന്ന് തന്നെ മെമ്പർഷിപ്പ് കൊടുക്കുകയുള്ള രീതിയല്ല. നമ്മുടെ അനുഭാവി ഗ്രൂപ്പ്, പിന്നെ കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ്, അങ്ങനെയാണല്ലോ മെമ്പർഷിപ്പ്. ശരി, അങ്ങനെയാ? ഓ, അവിടെ നമ്മളുണ്ടായ പോലെയാണല്ലോ എന്താ കഥ. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പാർട്ടി അതിനെങ്ങനെ അവലോകനം നടത്തി, അതിന്റെ റിപ്പോർട്ട് പൂർണ്ണമായ ശേഷമാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് കാര്യങ്ങൾ വ്യക്തമാക്കിയത്. തോൽവി ഉൾക്കൊള്ളുന്നു എന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇപ്പോൾ വ്യക്തമാക്കിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനങ്ങളെ കേൾക്കാൻ പാർട്ടി തയ്യാറാകുന്നു എന്നുള്ളതാണ്. അതിന് പുതിയ കാലത്തിന്റെ വഴികളെല്ലാം ഉപയോഗിച്ച് ജനങ്ങളെ ഇപ്പോൾ വീണ്ടും തിരികെ യുമായിട്ട് ബന്ധപ്പെട്ട കേസ് തുറന്ന് നടക്കുകയാണ്. അത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ED നോട്ടീസ് വെള്ളിയാഴ്ച ഹാജരാവണമെന്ന് വേണ്ടത് SFIയുമായി ബന്ധപ്പെട്ടുള്ള കേസിൻ്റെ ഭാഗമായിട്ട് ഹാജരായ തന്നെയാണ്. ഈ കേസിലും അവർ ഹാജരാകും. ഞങ്ങൾക്ക് എക്സലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട കേസിന് CPIയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞങ്ങളതിലെടുക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ കേസിൻ്റെ മറവിൽ CPIഎമ്മിൻ്റെ ഉന്നത നേതാവായ സഖാവ് പിണറായി വിജയനെ കൂട്ടിക്കെട്ടാൻ നടത്തുന്ന രാഷ്ട്രീയ നീക്കത്തെയാണ് ഞങ്ങൾ ശക്തിയായിട്ട് എതിർക്കുന്നത്. അതിനിയും ഞങ്ങൾ ശക്തിയായിട്ട് എതിർക്കും. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ആ കേസിൻ്റെ മേലെ കേസ് അവർ തന്നെ കൈകാര്യം ചെയ്ത് പോകുകയെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ആ കേസിൻ്റെ മേലെ കൈകാര്യം ചെയ്യേണ്ടുന്ന പ്രശ്നമില്ല. എല്ലാ കാര്യത്തിലും മറുപടി CMR ലെക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ED കേസ്, ED അന്വേഷണം, അതിനെക്കുറിച്ചുകൂടി പറയാൻ വേണ്ടിയാണ് തിരികെ മടങ്ങി വന്ന് വീണ്ടും അതിൽ പാർട്ടി നിലപാട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങളെ കേൾക്കാൻ പാർട്ടി തയ്യാറാകുന്നു എന്നുള്ളതാണ്. വാട്സാപ്പ് വഴിയും ഒപ്പം തന്നെ വെബ്സൈറ്റ് വഴിയും ഇമെയിൽ മുഖാന്തരവുമൊക്കെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ പാർട്ടി തയ്യാറാണ് എന്ന കാര്യമാണ് ഇപ്പോൾ പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ജനങ്ങളെ കേട്ട് എല്ലാ മേഖലയിലുള്ള ആളുകളെ കേട്ടുള്ള തിരുത്തൽ, എവിടെയൊക്കെയാണ് പിഴവ് പറ്റിയത് അതൊക്കെയും തിരുത്തി മുന്നോട്ട് പോകും എന്നുള്ളതാണ് തീരുമാനം. അത് ഇപ്പോൾ പാർട്ടി സെക്രട്ടറി വിശദീകരിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളിൽ ഉയർന്നു വന്ന വിവിധ രാഷ്ട്രീയ വിഷയങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രതികരണമുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ടത് വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശങ്ങളെ പാർട്ടി പൂർണ്ണമായും തള്ളിക്കളയുന്നു എന്ന് ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ പാർട്ടി അക്കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. അതിൽ പാർട്ടി നേരത്തെ നൽകിയ വിശദീകരണം അത് പോരാ എന്ന പൊതുജനാഭിപ്രായം അത് മാനിക്കുന്നു. അത് അത്തരം വർഗീയ പരാമർശങ്ങളെ ഒരു രീതിയിലും ഉൾക്കൊള്ളാൻ CPMന് കഴിയില്ല എന്നുകൂടി വ്യക്തമാക്കിയിരുന്നു. ആദ്യമായിട്ടാണ് പൊതുവേദിയിൽ ഈ രീതിയിൽ, ഈ അടുത്ത കാലത്ത് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങളെ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായി. അത് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചെങ്കിലും അത് കൃത്യമായി തന്നെ ആ നിലപാട് ഉറച്ചു നിൽക്കുന്നു എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.